നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായി ഒരു അമ്മയെക്കുറിച്ച് പറഞ്ഞോട്ടെ. തൻ്റെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഏതൊരാളെയും നിരാശരാക്കാതെ കയ്യിലുള്ളതെല്ലാം പകുത്തു നൽകുന്ന ഒരമ്മ. കോഴിക്കോട് അമ്മയുടെ വീട്ടിൽ ഒരിക്കൽ ഞാൻ പോയപ്പോൾ അവരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും പുഞ്ചിരിയോടെയുള്ള സംസാരവും ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നീട് ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം ആ അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞിട്ടാണ്. അവിടെ അവരുടെ മകനെയും മരുമകളെയും ഞാൻ കണ്ടിരുന്നു. ഞാൻ കണ്ടതിൽ വളരെ ചുരുക്കം ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റീസിൽ ഇവരെയും ഞാൻ പെടുത്തും. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ദുബായിലെ ലീഡിംഗ് ഓഡിറ്റിംഗ് കമ്പനിയായ ക്രസ്റ്റൺ മാനൻ ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ രാജു മേനോൻ്റെ അമ്മയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരിക്കൽ മാത്രം കണ്ടതുകൊണ്ട് എന്നെ ഇവർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ പരിചയമുണ്ടാകും. കാരണം 14 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ആദ്യമായി ദുബായിലേക്ക് കൊണ്ടുപോയതും അവിടെ ജോലി നൽകിയതും എല്ലാവരും സ്നേഹത്തോടെ മാനൻ സർ എന്ന് വിളിക്കുന്ന ശ്രീ രാജു മേനോനാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീ രാജു മേനോൻ്റെ ഓട്ടോബയോഗ്രഫിയായ ദ വ്യൂ ഫ്രം മൈ പെർച്ച് എന്ന ബുക്കിൻ്റെ മലയാളം ട്രാൻസ്ലേഷനായ ഈ ചില്ലയിൽ നിന്നുള്ള ആ ലോകം എന്ന ഈ ബുക്കാണ്. ഇത് മലയാളത്തിലേക്ക് മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മിനി ജി പിള്ളയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ യൂസഫലി MA, ശ്രീ TP മോഹൻദാസ് പൈ എന്നിവരുടെ മെസ്സേജസ് നമുക്കിതിൽ കാണാം. രാജു മേനോനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരിനടുത്ത് ഇടവിലങ്ങ് ഗ്രാമത്തിൽ ജനിച്ചു. UAE ക്രസ്റ്റൺ മാനൻ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് പാർട്ട്ണറായ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ദുബായ് ചാപ്റ്ററിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഫോബ്സ് മാഗസിൻ്റെ ഫോബ്സ് ടോപ്പ് 100 ലീഡേഴ്സ് ഇൻ ദ അറബ് വേൾഡിൽ തുടർച്ചയായി 6 വർഷം ഇടം നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബുക്കിലേക്ക് കിടക്കാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം പഠനം MCOMന് ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടും ആഗ്രഹമായ CA പഠിക്കണോ അതോ ജോലി ചെയ്ത് കുടുംബം നോക്കണോ എന്ന പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തതും 1989 AP രാജഗോപാലൻ ആൻഡ് കമ്പനി എന്ന സംരംഭം രൂപം കൊണ്ടതും ബോംബെയിലെത്തുന്നതും പിന്നീട് ദുബായ് എന്ന സ്വപ്ന നഗരിയിലെത്തുന്നത് എങ്ങനെയെന്ന് ഒരു കഥ വായിച്ചു പോകുന്ന പോലെ നല്ല ഒഴുക്കോടെ നമുക്ക് വായിക്കാവുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവാഹം മോറിസൺ ഇൻ്റർനാഷണലുമായി ചേർന്ന് മോറിസൺ മാനൻ രൂപം കൊണ്ടതും എങ്ങനെയെന്ന് നമുക്ക് കാണാം. സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിന്ന് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല എന്നൊരു വലിയൊരു മെസ്സേജ് അദ്ദേഹം ഈ ബുക്കിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ബിസിനസ്സിലെ തുടക്കക്കാരി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കും ഈ ബുക്കിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. അതിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കുക, സധൈര്യം തീരുമാനങ്ങൾ എടുക്കുക, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക, സമർത്ഥരായ ഒരു സംഘം സ്റ്റാഫിനെ സജ്ജരാക്കുക, സ്റ്റാഫിന് അർഹമായ പ്രതിഫലം നൽകുക, തൊഴിൽപരമായ സത്യസന്ധതയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. 7ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും നമ്മുടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അർഹിക്കുന്നതിലും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകി അവരെ പറഞ്ഞു വിടുക. അവരെന്ത് തെറ്റ് ചെയ്താലും അത് കണക്കിലെടുക്കരുത്. പിന്നീട് അവരായിരിക്കും നമ്മുടെ കമ്പനിയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നവർ. നിരവധി ക്ലേശങ്ങളും പരീക്ഷണങ്ങളും തരണം ചെയ്ത് സത്യസന്ധത, സുതാര്യത എന്നിവ കൃത്യമായി പാലിച്ചതുകൊണ്ടാവാം ക്രസ്റ്റൺ മാനൻ എന്ന ബ്രാൻഡ് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം UAE സൂപ്പർ ബ്രാൻഡ്സ് കൗൺസിൽ തുടർച്ചയായ 10 വർഷം ക്രസ്റ്റൺ മാനന് സൂപ്പർ ബ്രാൻഡ് അവാർഡ് നൽകുന്നത്. സ്വന്തം പ്രവർത്തന മേഖലയിൽ ഉയരണമെന്ന ശക്തമായ ആഗ്രഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഈ ഒരു ആത്മകഥ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന വാക്ക് വരുന്നതിന് മുമ്പ് സ്വന്തം അമ്മയെ മാതൃകയാക്കി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മേനൻ സാറിനും ഗിരിജ മാമിനും പിന്നെ അവരുടെ എല്ലാ സ്റ്റാഫിനും അവരുടെ സ്വപ്നങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.